Hi, my dear students. Computerized Office Management റിവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് മഹാമാരി മൂലം ജൂൺ മാസം മുതൽ നമ്മൾ ഓൺലൈൻ വഴി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരികയാണ്. അതുവഴി നിങ്ങളുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് മാർച്ച് 17 മുതൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ തുടങ്ങും എന്നും മാർച്ച് 1 അതിനോടനുബന്ധിച്ചുള്ള മോഡൽ എക്സാമിനേഷൻ നടത്തുമെന്നും അറിയിച്ചു കഴിഞ്ഞു. അതുപ്രകാരം ജനുവരി 1 മുതൽ നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയി നിങ്ങളുടെ പാഠഭാഗങ്ങളിലുള്ള സംശയ നിവാരണം നടത്തുന്നു. അതിനുവേണ്ടി എല്ലാ വിഷയത്തിനും നമ്മൾ ഫോക്കസ് ഏരിയ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോക്കസ് ഏരിയയുമായിട്ടനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ പഠനം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റിനും നമുക്കൊരു ഫോക്കസ് ഏരിയ ഉണ്ട്. ആ ഫോക്കസ് ഏരിയ നിങ്ങൾ ഏകദേശം ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഫോക്കസ് ഏരിയയെ പറ്റി ഒരു യൂണിറ്റ് വൈസ് അനാലിസിസ് നടത്താനും പിന്നെ നമ്മുടെ മാർച്ചിലെ പൊതുപരീക്ഷയുടെ ചില ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മാർച്ചിലെ പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് എന്നതൊന്ന് നിങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും കൂടാതെ ചെറിയ കുറച്ച് എക്സാം ടിപ്സിനും നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ടീച്ചർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ മാർച്ചിലെ എക്സാമിനേഷന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ പരിചയപ്പെടാം. അതായത് our model examination of VT will be on 1st March 2021 Monday at 1:30 p.m. and public examination will be on 30th March Tuesday at 9:40 a.m. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടാവും, സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നമ്മുടെ പരീക്ഷ മോഡൽ എക്സാം വൊക്കേഷണൽ തിയറി മോഡൽ എക്സാം തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ വൊക്കേഷണൽ തിയറി മോഡൽ എക്സാം നടക്കുന്നത് മാർച്ച് മാസം 1 ഉച്ചയ്ക്ക് ശേഷം. അതുപോലെ തന്നെ വൊക്കേഷണൽ തിയറിയുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത് മാർച്ച് മാസം 30 രാവിലെ 9:40. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും കാലം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത് 10 മണിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:40. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ എക്സാമിനേഷൻ ഹാളിൽ എത്തേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 160 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ആ 160 മാർക്കിൽ 120 മാർക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 160 മാർക്കിൽ 120 മാർക്കും ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. Then there will be 45 questions. 45 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് മാക്സിമം മാർക്ക് 80. നിങ്ങൾക്ക് അതിലേത് ചോദ്യവും തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ 45 ചോദ്യങ്ങൾ, 45 ചോദ്യങ്ങൾക്ക് 80 മാർക്ക്, മാക്സിമം 80 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് 80. അത് ഏത് ചോദ്യവും തിരഞ്ഞെടുത്ത് എഴുതാം. സമയം, എക്സാമിന്റെ സമയം 2 മണിക്കൂർ 50 മിനിറ്റാണ്. അതിൽ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അപ്പോൾ നേരത്തെ പഴയ പോലെ തന്നെ അതിന് മാറ്റമില്ല. 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമും 2 മണിക്കൂർ 50 മിനിറ്റാണ് മുഴുവൻ എക്സാമിന്റെ മാക്സിമം ടൈം. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള സമയം 2 മണിക്കൂർ 30 മിനിറ്റ്. ദെൻ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. Keep in mind the score and time while answering the question. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സമയത്തെക്കുറിച്ചും അതിനുള്ള സ്കോറിനെ കുറിച്ചും ഓർമ്മ ഉണ്ടാവണം. സ്കോറിനനുസരിച്ച് ആൻസർ ചെയ്യുക. നിങ്ങൾ കൂടുതൽ ആൻസർ ചെയ്താൽ കൂടുതൽ മാർക്ക് കിട്ടണമെന്നില്ല. എത്രയാണോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള സ്കോർ, ആ സ്കോറിനനുസരിച്ച് യു ഹാവ് ടു ആൻസർ അക്കോർഡിംഗ് ടു ദ സ്കോർ. ദെൻ
calculations, figures, graphs should be shown in the answer sheet itself. അത് നമ്മൾ മുമ്പ് ചെയ്യാവുന്നത് പോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫിഗേഴ്സോ ഗ്രാഫ്സോ കണക്കുകൂട്ടലോ ചെയ്യാനുണ്ടെങ്കിൽ ആൻസർ ഷീറ്റിൽ തന്നെ ചെയ്യാം. മലയാളം വേർഷൻ കൊടുത്തിരിക്കും. എല്ലാ ക്വസ്റ്റ്യന്റെയും മലയാളം ക്വസ്റ്റ്യൻ അതിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കൊടുത്തിട്ടുണ്ടായിരിക്കും. Then non-programmable calculators are allowed. നമ്മുടെ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ അല്ലാത്ത സാധാരണ കാൽക്കുലേറ്റർ നമുക്ക് പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലാസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 to 8 അതിന് 1 മാർക്കാണ് അല്ലെങ്കിൽ 1 സ്കോറാണ്. ദെൻ പാർട്ട് ബി 9 to 16 അതിന് 2 മാർക്കാണ്. പാർട്ട് സി question number from 17 to question number 29 there will be 3 scores. Then part B 30 to 33 number 30 to 33 4 scores. Then part E 34 question number 34 to 38 5 scores and question number 39 to 45 8 scores. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു അവലോകനം നടത്തിയാൽ 45 ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെത് ദെൻ 3 4 5 8 ഈ രീതിയിലാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, ഫോക്കസ് ഏരിയ യൂണിറ്റ് 1 ഓഫീസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ യൂണിറ്റ് 2 കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ്, ദെൻ യൂണിറ്റ് 3 എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, യൂണിറ്റ് 4 പേപ്പർലെസ് ഓഫീസ്, Unit 5 E-Governance and Unit 6 IT Enabled Services. ഇനി നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ യൂണിറ്റ് വൈസ് ആയിട്ടൊന്ന് അനാലിസിസ് നടത്താം. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ടീച്ചർ ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇനി ഫസ്റ്റ് യൂണിറ്റ് ഓഫീസ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ meaning and definition of communication, importance of communication, communication process, barriers of communication, types of communication and postal services. Then നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അത് മീനിങ് നിങ്ങൾ പഠിക്കുക, ദെൻ ഡെഫിനിഷൻ പഠിക്കുക. ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്കിന് വരും ടീച്ചർ പറഞ്ഞല്ലേ, ആ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം ഈ ഭാഗത്ത് നിന്ന് വരിക. പിന്നെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ 2 ഡെഫിനിഷൻ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുക. ദെൻ വരാവുന്ന വേറൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ്റ്റ്. അതാണ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരാവുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ. ദെൻ മീനിങ്ങിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഷോർട്ട് ആൻസർ ടൈപ്പിന് വേണ്ടി പഠിക്കുക. അടുത്ത ടോപ്പിക് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 5 പോയിന്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ആ 5 പോയിന്റ് പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റിനും ഒരു 2 സെന്റൻസ് എഴുതാൻ പഠിക്കുക. കാരണം ഇമ്പോർട്ടൻസ് ചില സമയം 1 വേർഡ് പോലെ ചോദിക്കാം, ഷോർട്ട് ആൻസർ ചോദിക്കാം, എസ്സേ ടൈപ്പും ചോദിക്കാം. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻസ് ആണ്. അത് ഫോക്കസ് ഏരിയയിൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ അതിനെ ഗൗരവമായിട്ട് കണ്ടു പഠിക്കുക. പിന്നെ അതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ രൂപം എന്ന് പറയുന്നത് ബാക്ക് ബോൺ, ഹൗ വി ക്യാൻ സേ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ബിസിനസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇമ്പോർട്ടൻസ് എഴുതേണ്ടതുണ്ട്. ദെൻ വി ക്യാൻ ഫിൽ ദ ചാർട്ട് or by giving one. ഒരു നിങ്ങൾക്ക് എക്സാമിന് എയ്ഡ്സ് ടു ഡിസിഷൻ മേക്കിംഗ് മാത്രം തന്നു, അതുപോലെ ഇമ്പോർട്ടൻസിലെ മറ്റ് 4 പോയിന്റ്സ് ഫില്ല് ചെയ്യാൻ തരാം. അതുപോലെ നിങ്ങൾ ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓർ ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിനും കൂടി നിങ്ങൾ തയ്യാറെടുക്കണം. അപ്പോൾ ഇമ്പോർട്ടൻസ് പഠിക്കുമ്പോൾ ദാറ്റ് 5 പോയിന്റ്സ് വിത്ത് 1 or 2 സെന്റൻസ് എക്സ്പ്ലനേഷൻ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്.
അതിൻ്റെ മീനിങ് പഠിക്കണം. അതിൻ്റെ മീനിങ്ങിൽ പഠിക്കുമ്പോൾ നിങ്ങൾ സെൻഡർ ആൻഡ് റിസീവർ ടീച്ചർ അവിടെ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഹു ഈസ് എ സെൻഡർ, ഹു ഈസ് എ റിസീവർ, അത് നിർബന്ധമായിട്ടും പഠിക്കുക. വൺ വേർഡിനും ഷോർട്ട് ആൻസർ ടൈപ്പിലും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ തന്നെ വരുന്നതാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. 7 elements ആണ്. ആ 7 എലമെന്റ്സും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. ഓരോന്നും എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിൻ്റെ ചാർട്ട് വരയ്ക്കാൻ പഠിക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാർട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാർട്ട് നിങ്ങൾ വരയ്ക്കുക. എക്സാമിന് ഡ്രോ ദ ചാർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് ഇൻ ദ ചാർട്ട്. അതായത് ഒരു എലമെന്റ് തന്നിട്ട് നിങ്ങൾക്ക് ബാക്കി 6 എലമെന്റ് ഫില്ല് ചെയ്യാൻ വരാം. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അപ്പോൾ ഫീഡ്ബാക്കിനെ കുറിച്ചൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസ്പോൺസ് ടു ആൻ ആക്ഷൻ ഈസ് ഡാഷ്, ഓർ പുട്ടിംഗ് തോട്ട്സ് ഇൻ ടു സിമ്പിൾ ഈസ് ഡാഷ്. അത് എൻകോഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ തൊട്ട് എക്സ് വരെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നെക്സ്റ്റ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 9 ബാരിയേഴ്സ്, 9 ബാരിയേഴ്സ്, തടസ്സങ്ങൾ. ആശയവിനിമയം നടക്കാവുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങൾ 9 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 9 എണ്ണം വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഷോർട്ട് ആൻസർ, എസ്സേ, അതായത് ചിലപ്പോൾ ലിസ്റ്റ് 4 ബാരിയേഴ്സ് ഓർ ലിസ്റ്റ് 5 ബാരിയേഴ്സ്, അങ്ങനെ 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ഉണ്ടാക്കാവുന്ന തടസ്സങ്ങൾ, അങ്ങനെ ഒരു സഡൻ ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് അവിടെ നടക്കാവുന്ന തടസ്സങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കുക. ഒന്ന് റെമഡീസും നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും 4 ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോഴ്സ് ഓഫ് മീൻസ്, ഓൺ ദ ബേസ് ഓഫ് റിലേഷൻഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ഒറിജിൻ. അങ്ങനെ 4 ബേസിസിൽ 11 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 11 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഓരോന്നും എന്താണ് എന്ന് വിശദമായി പഠിക്കുക. ദെൻ അതിൽ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് പഠിക്കുന്നുണ്ട്. അത് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. കാരണം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ മെറിറ്റ്സ്, അത് മെറിറ്റ്സ് ആയിട്ടും അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് വന്നാലും നമ്മൾ മെറിറ്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ വരാവുന്നത് ചാർട്ട് വരയ്ക്കാൻ. ഇപ്പോൾ ടീച്ചർ കാണിച്ച ഈ ചാർട്ട് വേണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗം ഓൺ ദ ബേസ് ഓഫ് റിലേഷൻഷിപ്പ്, അങ്ങനെ ഓൺ ദ ബേസ് ഓഫ് ഡയറക്ഷൻ, ആ രീതിയിൽ ചാർട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ചാർട്ട് ഫില്ല് ചെയ്യാൻ വരാം. 1 or 2 ഐറ്റംസ് തന്നിട്ട് ബാക്കി ചാർട്ട് ഫില്ല് ചെയ്യാൻ വരാം. ദെൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ 11 എണ്ണവും ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എസ്സേ വരാം. ദെൻ വൺ വേർഡ്, ധാരാളം വൺ വേർഡ് സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. വൺ വേർഡ് മീൻസ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ തന്നിട്ട് അതായതാണെന്ന് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, എ കമ്മ്യൂണിക്കേഷൻ ഫ്രം സെയിൽസ് മാനേജർ ടു സെയിൽസ്മാൻ, ഓർ എ കമ്മ്യൂണിക്കേഷൻ ഫ്രം ഫിനാൻസ് മാനേജർ ടു പർച്ചേസ് മാനേജർ, അത് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വേറെ ചോദിക്കാവുന്ന ഒന്നാണ് എ നോട്ടീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. നോട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് സുപ്പീരിയർ സബോർഡിനേറ്റിന് കൊടുക്കുന്നതാണ് നോട്ടീസ്. അപ്പോൾ നമുക്കറിയാം അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ എക്സാമ്പിൾ സഹിതം നമ്മളോട് തന്നിട്ട് ചോദിക്കാവുന്നതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഓരോ ഭാഗങ്ങളും. Then an important question, other important question is the other name for informal communication. നമുക്കറിയാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു പേര് ഗ്രേറ്റ് വൈഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് പോസ്റ്റൽ സർവീസസ്. ദർ ഈസ് 8 പോസ്റ്റൽ സർവീസസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 8 തരം പോസ്റ്റൽ സർവീസ് പഠിക്കാനുണ്ട്. അത് ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. ഒരു 2-3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചാൽ നന്ന്. കാരണം ഷോർട്ട് ആൻസറിനും എസ്
എസ്സേക്ക് ടൈപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൽ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ, വാല്യൂ പേയബിൾ പാർസൽ, വാട്ട് ഈസ് ദ ഷോർട്ട് ഫോം? VPP. ഇപ്പോൾ VPPയുടെ ഫുൾ ഫോം അത് ചോദിക്കാം, വാല്യൂ പേയബിൾ പാർസൽ. ദെൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓരോ പോസ്റ്റൽ സർവീസ് തന്നിട്ട് ആ പോസ്റ്റൽ സർവീസ് ഏതാണെന്നത് മാച്ച് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1 ഓഫീസ് കമ്മ്യൂണിക്കേഷൻ അവസാനിച്ചു. നെക്സ്റ്റ് യൂണിറ്റ് 2 കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ്. അതിൽ 3 എണ്ണമാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ, ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് ബയോഡാറ്റ, മെയിൽ സർവീസ്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ. നിങ്ങൾക്കറിയാം ബിസിനസ് ലെറ്ററിന്റെ ഭാഗങ്ങൾ 10 ഭാഗങ്ങളുണ്ട്. അത് ഓരോന്നും നിർബന്ധമായിട്ട് 10 ഭാഗങ്ങൾ പഠിക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ. അതിൽ വീണ്ടും ഞാൻ പറയുകയാണ്, വൺ വേർഡ് ടൈപ്പിൽ വരാവുന്നതാണ്. വാട്ട് ഈസ് എ ലെറ്റർ ഹെഡ്? ഹെഡിങ് പ്രിന്റ് ചെയ്തതിനെയാണ് നമ്മൾ ലെറ്റർ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ വൺ വേർഡ് വരാവുന്ന ഒന്ന് സല്യൂട്ടേഷൻ യൂസ്ഡ് ഫോർ എ ബിസിനസ് ലെറ്റർ, അതിൽ വൺ വേർഡ് വരാം. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെഫറൻസ്, ഓർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സബ്ജക്ട്, ഓർ പോസ്റ്റ്സ്ക്രിപ്റ്റ്, എൻക്ലോഷർ, ആ രീതിയിൽ ഷോർട്ട് ആൻസർ ചോദിക്കാം. ദെൻ ദ കോംപ്ലിമെന്ററി ക്ലോസ് യൂസ്ഡ് ഫോർ എ ബിസിനസ് ലെറ്റർ, അതൊരു വൺ വേർഡ് വരാവുന്നതാണ്. അപ്പോൾ വൺ വേർഡും ഷോർട്ട് ആൻസറും എസ്സേ വരുന്ന ഒരു വലിയ ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ. ടോപ്പിക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് ബയോഡാറ്റ. ടീച്ചർ ഇവിടെ ബോർഡിൽ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ ലെറ്റർ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലെറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് ജോലിക്ക് ആവശ്യാർത്ഥം ഒരു ഉദ്യോഗാർത്ഥി എഴുതുന്ന കത്താണ് ആപ്ലിക്കേഷൻ ലെറ്റർ. അപ്പോൾ ആ സാമ്പിൾ ആപ്ലിക്കേഷൻ ലെറ്റർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയോഡാറ്റ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്ന ആളുടെ പേരും വിവരങ്ങളും വെച്ച് നിങ്ങളൊരു ബയോഡാറ്റ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയും ഒരു ഫോർമാറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ബാക്കിയൊന്നും പഠിക്കുന്ന പോലെയല്ല, ആപ്ലിക്കേഷൻ ലെറ്ററും ബയോഡാറ്റയും എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. അത് കാരണം അതിന് വേറൊരു ക്വസ്റ്റ്യൻ വരാനില്ല, എസ്സേ ടൈപ്പാണ് സാധാരണ രീതിയിൽ ചോദിച്ചു വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ ബയോഡാറ്റ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പഠിക്കും. അടുത്തത് നമ്മുടെ മെയിൽ സർവീസ്. അതിൽ ഇൻവേർഡ് മെയിൽ, ഓഫീസിലേക്ക് വരുന്ന കത്തുകളെയാണ് ഇൻവേർഡ് മെയിൽ എന്ന് പറയുന്നത്, അറിയാലോ. അപ്പോൾ ആ പ്രൊസീജിയർ 8 സ്റ്റെപ്സ് ഉണ്ട്. 8 സ്റ്റെപ്സും വളരെ വൃത്തിയിൽ പഠിക്കുക. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇൻവേർഡ് മെയിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഇൻവേർഡ് മെയിൽ രജിസ്റ്ററിന്റെ ഫോർമാറ്റ്, അത് നിങ്ങൾ ഫോർമാറ്റ് വരയ്ക്കാൻ പഠിക്കണം. ചിലപ്പോൾ ഫോർമാറ്റ് വരയ്ക്കാൻ വരാം, അല്ലെങ്കിൽ കോളംസ്, ഇൻവേർഡ് മെയിൽ രജിസ്റ്റർ വരച്ചിട്ട് കോളംസ് ഫില്ല് ചെയ്യാൻ വരാം. ദെൻ ഇൻവേർഡ് മെയിൽ പ്രൊസീജിയർ ചോദിക്കാം. അപ്പോൾ ഈ 8 പ്രൊസീജിയറും വളരെ വൃത്തിയായി പഠിക്കുക. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റിന്റെ ഔട്ട്വേർഡ് മെയിൽ, ലാസ്റ്റ് ടോപ്പിക് ഔട്ട്വേർഡ് മെയിൽ. ഓഫീസിന്റെ നിന്ന് പുറത്തേക്ക് പോകുന്ന കത്തുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്വേർഡ് മെയിൽ എന്ന് പറയുന്നത്. അതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ 4 സ്റ്റെപ്പിൽ 4ാമത്തെ സ്റ്റെപ്പിന്റെ ലാസ്റ്റ് നമ്മൾക്ക് ഒരു 7 സ്റ്റെപ്പ് അതിന്റെ സബ് സ്റ്റെപ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ഈസ് ആൻ ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്റർ ഓർ പോസ്റ്റ് ബുക്ക്, അതെന്താണെന്ന് പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, അത് വരയ്ക്കാൻ പഠിച്ച് ഫോർമാറ്റ് പഠിച്ച് കോളംസ് ഫില്ല് ചെയ്യാൻ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാക്കുണ്ടാകും, ലോക്കൽ ഡെലിവറി രജിസ്റ്റർ. ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വരാവുന്ന ഒരു വാക്കാണ് ലോക്കൽ ഡെലിവറി രജിസ്റ്റർ. അതെന്താണെന്ന് കൂടി പഠിക്കാം. ദെൻ ഇവിടെ പഠിക്കുന്ന വേറൊരു പുതിയ ഒരു കോൺസെപ്റ്റാണ് വിൻഡോ എൻവലപ്പ്. എന്താണ് വിൻഡോ എൻവലപ്പ്? അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും ഭാഗങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഔട്ട്വേർഡ് മെയിൽ പ്രൊസീജിയർ, എസ്സേ ടൈപ്പിനും ഓരോ സ്റ്റെപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗങ്ങൾ ഷോർട്ട് ആൻസർ ടൈപ്പിന് വേണ്ടിയും പഠിക്കുക. നമ്മുടെ യൂണിറ്റ് 3ലേക്ക് പോകാം. അതിൽ വരുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. 3 ടോപ്പിക്കാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ആൻഡ് മീനിങ് ഓഫ് ERP, ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ്
then ERP implementation methodologies. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓഫ് ERP നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് ഒരു വൺ വേർഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ രൂപത്തിൽ വാട്ട് ഈസ് ERP ഓർ ERP എന്നാൽ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. ദെൻ മീനിങ് ഓഫ് ERP, അതിൽ നിങ്ങൾക്ക് മീനിങ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കുക. അത് ഷോർട്ട് ആൻസർ ടൈപ്പിൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിനെ ഒന്ന് വിശദീകരിക്കാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ERP എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന രീതിയിൽ മീനിങ് ഓഫ് ERP അതിൻ്റെ ഒരു സ്ലൈഡാണ് ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ERP. അതിൽ ബെനിഫിറ്റ്സ് ഓഫ് ERP നിങ്ങൾ കാണുന്നുണ്ടാവും. 7 ബെനിഫിറ്റ്സ് ഉണ്ട്. ആ 7 ബെനിഫിറ്റ്സും നിങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് നോട്ട്സ് തന്നതുപോലെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ പഠിക്കുക. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, പോയിന്റ്സ് ആണ്, അത് ആ രീതിയിൽ തന്നെ പഠിക്കുക. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ERP, അതും 3 പോയിന്റ്സേ ഉള്ളൂ, സിമ്പിൾ പോയിന്റ്സ് ആണ്. ആ 3 പോയിന്റ് നിങ്ങൾ ആ പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ERP ഇംപ്ലിമെന്റേഷൻ മെത്തഡോളജീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം 3 മെത്തഡോളജീസ് ആണുള്ളത്. ആ 3 എണ്ണം, that means the big bang, modular implementation, process oriented implementation of slam bang. അത് 3 എണ്ണവും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ അതിൽ നിന്ന് ചോദിക്കാവുന്ന വേറെ ക്വസ്റ്റ്യൻ, അതർ നെയിം ഫോർ പ്രോസസ് ഓറിയന്റഡ് ഇംപ്ലിമെന്റേഷൻ, ദാറ്റ് ഈസ് സ്ലാം ബാങ്. അതാണ് അതിന് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ദെൻ ഷോർട്ട് ആൻസറിന് ഓരോന്നും ചോദിക്കാം, അല്ലെങ്കിൽ 3 മെത്തഡോളജീസ് 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. ദെൻ യൂണിറ്റ് 4 പേപ്പർലെസ് ഓഫീസ്. അതിൽ 2 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പേപ്പർലെസ് ഓഫീസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പേപ്പർലെസ് ഓഫീസ്. മീനിങ് ഓഫ് പേപ്പർലെസ് ഓഫീസ് എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പിൽ നിങ്ങൾ പഠിക്കും, ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പേപ്പർലെസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പേപ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടോ ഉള്ള ഒരു ഓഫീസാണ് പേപ്പർലെസ് ഓഫീസ്. അപ്പോൾ അതൊരു ഷോർട്ട് ആൻസർ ടൈപ്പിൽ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് പേപ്പർലെസ് ഓഫീസ്. 9 ഫീച്ചേഴ്സോളം ഉണ്ട്. ആ ഫീച്ചേഴ്സ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഫീച്ചേഴ്സ് വരുന്നത്. ആ ഫീച്ചേഴ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ലാൻ, അതിൻ്റെ ഫുൾ ഫോം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്, DTP എന്നതിൻ്റെ ഫുൾ ഫോം ആണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTPയുടെ ഫുൾ ഫോം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, ഫുൾ ഫോമിന്റെ ഇടയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. വരുന്നത് മെറിറ്റ്സ് ഓഫ് പേപ്പർലെസ് ഓഫീസ്. ആ മെറിറ്റ്സ് ഇതുപോലെ 7 മെറിറ്റ്സ്, സിമ്പിൾ പോയിന്റ്സ് ആണ് ടെക്സ്റ്റിലുള്ള 7 മെറിറ്റ്സ്. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് പേപ്പർലെസ് ഓഫീസ്, അതും ഒരു 4 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 4 പോയിന്റ്സ് ആണുള്ളത്. നിങ്ങൾ അതിനെ രീതിയിൽ തന്നെ പഠിക്കുക. യൂണിറ്റ് 5 e-governance. Meaning of e-governance and e-government, domains of e-governance. അങ്ങനെ 2 ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. മീനിങ് ഓഫ് e-governance, അത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് e-governanceന്റെ അർത്ഥം എന്താണ് എന്നാണ് ടീച്ചർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് e-governanceന്റെ അർത്ഥം പഠിക്കുക. e-governance ഫുൾ ഫോം ഇലക്ട്രോണിക് ഗവേണൻസ്, അത് ശ്രദ്ധിക്കുക. മീനിങ് ഓഫ് e-government, ഇലക്ട്രോണിക് ഗവേണൻസ്. ഇലക്ട്രോണിക് ഗവേണൻസ് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് ആണ് ഇത് e-government. അത് നിങ്ങൾക്കറിയാം. അതിൽ ഒരു ഫുൾ ഫോം ശ്രദ്ധിക്കാനുള്ളത് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ദെൻ e-governmentന്റെ ആൻസർ ഷോർട്ട് ആൻസർ ടൈപ്പിൽ പഠിക്കാം. അതിലെ ലാസ്റ്റ് ടോപ്പിക് ഡൊമൈൻസ് ഓഫ് e-governance. ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അത് ഫുൾ ഫോം പഠിക്കാം. ഓരോന്നും എന്താണെന്ന് പഠിക്കുക. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഡൊമൈൻസ് ഓഫ് e-governance എന്ന് പറഞ്ഞ് മുഴുവനായിട്ട് എസ്സേ ടൈപ്പും ചോദിക്കും. ഫസ്റ്റ് യൂണിറ്റ് 6 IT എനേബിൾഡ് സർവീസസ്. അതിൽ വരാവുന്ന ഒരു ഫുൾ ഫോം ആണ് ITES. അതിൻ്റെ ഫുൾ ഫോം എന്തായിരിക്കും? IT എനേബിൾഡ് സർവീസസ്. അത് നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ടോപ്പിക്കാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, BPO. അത് ഫുൾ ഫോം ചോദിക്കാം. BPOയുടെ ഫുൾ ഫോം ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. Then we have to study about the meaning of BPO. അത് ഒരു ഷോർട്ട് ആൻസർ രൂപത്തിൽ മീനിങ് ഓഫ് BPO ചോദിക്കാം. എന്തായാലും BPO അറിയാലോ.
അപ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഓഫീസിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി സ്ഥാപനത്തിന്റെ കാര്യക്ഷമതയും ലാഭവും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ BPO എന്ന് പറയുന്നത്. അപ്പോൾ BPOന്റെ അഡ്വാൻറ്റേജസ് നെക്സ്റ്റ്. അഡ്വാൻറ്റേജസ് നമ്മൾക്ക് ഒരു 4 അഡ്വാൻറ്റേജസ് ടെക്സ്റ്റിൽ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 4 അഡ്വാൻറ്റേജസ് നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എക്സാം എഴുതുന്നതിന് മുമ്പ് മെയിൻ ഷീറ്റിൻ്റെ ആൻസർ ബുക്കിൻ്റെ ഫ്രണ്ട് ഷീറ്റ് വൃത്തിയായിട്ടും തെറ്റാതെയും ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ആൻസർ ദ ക്വസ്റ്റ്യൻസ് നീറ്റ്ലി ആൻഡ് ലെജിബിളി. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ടും വ്യക്തമായിട്ടും എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുക. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ദ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതെയും മറക്കാതെയും ഇടാൻ ശ്രദ്ധിക്കുക. അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമ്മൾ കുറേ പോയിന്റ്സ് ഇടാം. ഇപ്പം എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അതിൽ നിങ്ങൾ 7 എലമെന്റ്സ് എഴുതുമ്പോൾ ആ എലമെന്റ്സിൻ്റെ ഓരോ എലമെന്റിൻ്റെ അടിയിലൊന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ദെൻ റീറീഡ് ദ ആൻസേഴ്സ്. നമ്മൾ പേപ്പർ നമ്മുടെ ക്ലാസ്സിലെ ഇൻവിജിലേറ്റർക്ക് കൈമാറുന്നതിന് മുമ്പ് ആൻസേഴ്സ് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക. എഴുതിയത് മാറിപ്പോയിട്ടില്ല എന്നും എന്തെങ്കിലും നിങ്ങളുടെ അശ്രദ്ധ മൂലം തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ദെൻ നിങ്ങൾ ആൻസർ ഷീറ്റ് ടൈ ചെയ്യണം. അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം മെയിൻ ബുക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കോളത്തിൽ ഇടാൻ മറക്കരുത്. ലാസ്റ്റ് ആൻസർ ഷീറ്റിൻ്റെ ബാക്കിൽ ഏതെങ്കിലും ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ടീച്ചർക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ സ്കൂളിലും അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിലും കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കുക. ദാറ്റ് ഈസ് ദ സാനിറ്റൈസ്, ദെൻ മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അത് നിങ്ങൾ നിർബന്ധമായി പാലിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് എക്സാമിൻ്റെ മാറ്റങ്ങൾ, പബ്ലിക് എക്സാമിനേഷനിൽ കൊല്ലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദെൻ ഫോക്കസ് ഏരിയകളുടെ യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മളിവിടെ അനലൈസ് ചെയ്തു. പിന്നെ ചെറിയ കുറച്ച് എക്സാം ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഒരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ നമ്മളുടെ ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഈ കോവിഡ് മഹാമാരി. അത് നിങ്ങളുടെ ജീവിതത്തിനെയോ നിങ്ങളുടെ തുടർ പഠനത്തെയോ ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ